നമസ്കാരം. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഗുവാഹട്ടിയിൽ നിന്ന് കാറിൽ യാത്ര ചെയ്ത് വന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്, കുളിക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഇനിയിപ്പോ ഷില്ലോങ്ങിന്റെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഷില്ലോങ്ങിലെ പോലീസ് ബസാറിനടുത്തുള്ള കാസിലിൻ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. 1000 രൂപക്കാണ് ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടിയത്. ഇപ്പം 3 മണിയായി. ഒരു 4:30 ആകുമ്പോഴേ നല്ല ഇരുട്ട് വരും. അതിനു മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പോയി കാണണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സർക്കിളാണ്. ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെയാണ്. ഒരു കൂട്ടം പട്ടിക്കുട്ടന്മാർ. മുംബൈയിലേക്ക് പോയാൽ കാണുന്ന മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ടാക്സികൾ തന്നെയാണ് ഇവിടെയുള്ളത്. കൂടുതലും ഓൾട്ടോകളാണ്. ഇവിടെ ഒരു 800 ഉണ്ട്. ഇതാ ഈ ഭാഗത്ത് കാണുന്നില്ലേ, ഇവിടെ ഓട്ടോറിക്ഷകളില്ല. ഇവിടെ ഒരുപാട് കാറുകൾ, അതായത് ടാക്സികൾ നിർത്തിയതൊക്കെ കാണാം. ഇപ്പോൾ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഇതുണ്ടോ 800. ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ ഒരു മുംബൈയിൽ പോയ കാണുന്ന ഒരു പ്രതീതി തന്നെയാണ്. പക്ഷെ അവിടെ സാൻഡ്രോ ആണെങ്കിൽ ഇവിടെ ആൾട്ടോ ആണ്. ഇതിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഇപ്പം ഇവിടെ പിന്നെ ഞങ്ങൾ എത്തിയ സമയം മുതലേ വെയിലൊന്നുമില്ല. നമ്മൾ മേഘാലയ വന്ന ശേഷം ഇനി വരും ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇവിടെ വന്നിട്ട് ടാക്സി ആക്കിയിട്ടോ അല്ലെങ്കിൽ ബസ്സിലൊന്നും അല്ല പോകുന്നത്. കാരണം ഇവിടെ ബസ് കിട്ടാനും താരതമ്യേന വളരെയധികം കുറവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്നത് തന്നെ മേഘാലയ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ ഇവിടെ ബസ് സർവീസ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഓൺലൈനൊന്നും പറ്റൂല. ഇവിടെ അതിൻ്റെ ഒരു ടൂറിസം ഇൻഫോർമേഷൻ സെന്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോലീസ് ബസ്സാറിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഏതായാലും അങ്ങോട്ടേക്ക് ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മേഘാലയനെ കുറിച്ച് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നടന്നിട്ട് തന്നെ പോവാം. വണ്ടി ആക്കിയിട്ടൊന്നും പോകുന്നില്ല. കാരണം നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാമല്ലോ. അതുപോലെ തന്നെ മേഘാലയയുടെ രജിസ്ട്രേഷൻ വരുന്നത് ML എന്നാണ്. പിന്നെ ഇവിടെ കണ്ട നല്ല ചെടികളും ഇതൊക്കെ വെച്ച് അടിപൊളിയാണ്. എല്ലായിടത്തും നല്ല വൃത്തിയാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞില്ലേ ബസ് കുറവാണെന്ന്. ഇതാ ഇപ്പോൾ ഒരു ബസ്സിനെ കണ്ടു. ഷില്ലോങ് പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്. നേരെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫുട്പാത്ത് ഉണ്ട്. ഇനി ഇതുവഴി തന്നെയാണ് നടന്നു പോകാനുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരം ആയല്ലോ, അതിൻ്റെ ആ ഒരു തിരക്കാണ്. കാരണം സ്കൂളൊക്കെ വിട്ടു, ഓഫീസ് ടൈമൊക്കെ ഇപ്പോൾ ഏകദേശം ആവാനായി. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ MTDCയുടെ ഇതൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങി. നവി കൊടയെടുത്തോ? പെട്ടെന്ന് പൊക്കോ. നമ്മൾ വിചാരിച്ചു പോരുന്നല്ലേ, കാലാവസ്ഥ പെട്ടെന്ന് മാറിയല്ലേ. പെട്ടെന്ന് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുട്ട് ആവില്ലേ, അതല്ലേ പ്രശ്നമാവും. മേഘാലയ എന്ന് പറഞ്ഞാൽ മഴേന്റെ മെയിൻ ഒരു ഏരിയ കൂടിയല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ എവിടെയോ ആണ്, ആ മുകളിലേക്കാന്ന് തോന്നുന്നു. ഇവിടെ വന്നു. ഇവിടെ ഓരോരോ പാക്കേജുകളാണുള്ളത് ഗവൺമെൻറ്റിൻ്റെ. ആദ്യം തന്നെ ചിറാപുഞ്ചിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റും ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കിലോമീറ്ററും എത്ര മണിക്കാണ് പുറപ്പെടുന്നത്, എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത്, അവിടെ ഏതൊക്കെ ഭാഗത്ത് പോകുന്നുണ്ട് എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ലൊക്കേഷൻ. ഇത് ഓരോരോ പാക്കേജുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് വേറൊരു പാക്കേജ്, ഇത് വേറൊരു പാക്കേജ്, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 പാക്കേജുകളാണ് ഇവിടെ ഉള്ളത്. ഇതാ ഇവിടെയും കാണാം. ഇത് മൗസിംഗ്രാമിലേക്ക് പോകുന്നതാണ് 3ാമത്തെ പാക്കേജ്. അതുപോലെ തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇവിടെയാണ്. ദൗക്കി റിവർ ഇല്ലേ, അതിൻ്റെ ഭാഗത്തേക്ക്. അപ്പം അതിനൊരാൾക്ക് റേറ്റ് വരിക 800 രൂപയാണ്. അപ്പം അവിടെ പോയാൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ദിവസം ഉണ്ടെങ്കിൽ ഈ പാക്കേജുകളെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ പോകാനുള്ള ബസ്സോ അതല്ല ഇനി ഇന്നോവയോ
ഇനി കുറച്ച് ചെറിയ വണ്ടിയാണെങ്കിൽ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പാക്കേജുകളാണ്. ദൗക്കിൽ പോകാനായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. പക്ഷേ അവിടത്തേക്കുള്ള റോഡ്, അതായത് ലാൻഡ് സ്ലൈഡാണ് ഇപ്പോൾ അവിടെ മുഴുവനും. അതുകൊണ്ട് ആ ഒരു പാക്കേജ് ഇപ്പോൾ ഇല്ല. പകരം ഞങ്ങൾ ഇതെടുത്തു. ചിറാപുഞ്ചി ഭാഗത്തേക്കുള്ള ഒരു പാക്കേജാണ് എടുത്തത്. ഒരാൾക്ക് 600 രൂപയാണ് ആയത്. മേഘാലയ വന്നിട്ട് ഞങ്ങൾക്ക് ചിറാപുഞ്ചിയും ദൗക്കിയും പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടിയിട്ട് ഒരു ദിവസം പറ്റില്ലല്ലോ. ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ദൗക്കിയിൽ പോകാൻ തന്നെ കരുതി ചിറാപുഞ്ചി ഡ്രോപ്പ് ചെയ്താണ്. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ ദൗക്കിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിറാപുഞ്ചി എടുത്തത്. പക്ഷേ ഈ ദൗക്കിയെ പറ്റി പറയുമ്പം അതൊരു ബംഗ്ലാദേശ് ബോർഡറാണ്. നല്ല കിടിലൻ വില്ലേജാണ് അവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ, ദൗക്കി റിവറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിലൂടെയൊക്കെ ഉള്ള ഒരു ബോട്ട് യാത്രയൊക്കെ. അതായത് ആ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ അടിവശം അടക്കം വ്യക്തമായി കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ബംഗ്ലാദേശ് ബോർഡർ കാണാം. ബംഗ്ലാദേശും ശരിക്കും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏഷ്യയിലത്തെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ഒക്കെ നമുക്ക് കാണേണ്ട ഒരു പാക്കേജ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആരും എവിടെയും ടാക്സി ഒന്നും പോകുന്നില്ല. കാരണം പോകുന്ന റൂട്ട് മനു പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡ് ആണ്. കാലാവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, നല്ല മഴയാണ്. ഇപ്പോൾ ചിറാപുഞ്ചി പോവാ, ഇവിടെ എത്തിയ സമയത്ത് തന്നെ നല്ല മഴയാണ്. പിന്നെ അവിടെ നിന്നുണ്ടല്ലോ ഒരു ബുക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഒരു ബുക്കൊക്കെ കിട്ടി, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബുക്കൊക്കെ കിട്ടി. രാവിലെ 7:30 ആകുമ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് എന്താ പറയാ ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലേക്കിലേക്കാണ് പോകുന്നത്, വാട്സ് ലേക്ക്. അത് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത്. മഴ ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും മഴ എന്തായാലും കുറയും. ഇത് വൺ വേ ആണ്. ഇതിലൂടെ ബസ്സും ഉണ്ട്. ഇതാ വാട്സ് ലേക്ക് ഉള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്ത് കാണാം. ഷില്ലോങ് ഒക്കെ വരുന്നത് ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിലാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ടിക്കറ്റ് നിരക്ക് ഉണ്ടെന്നാണ്. ഇതിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത്. ഓ, നല്ല തിരക്കുണ്ടല്ലോ. ഇവിടെ ടിക്കറ്റ് നിരക്കുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിംഗ് ആണ് ഈ കാണുന്നത്. പ്രത്യേകമാണ്, ഓരോരോ മാസങ്ങൾക്ക് വ്യത്യാസമാണ്. 4:30 വരെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പെരുമഴയത്താണ് ലേക്ക് കാണാൻ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഇതുവഴി നടക്കാം. കാരണം മേഘാലയ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ എന്തായാലും ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇങ്ങനെ നടന്ന് കാണുന്ന സമയത്ത് മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് വേറെ ഒരു കാര്യം. ചിറാപുഞ്ചി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും മഴ കിട്ടുമെന്ന് അറിയാം. നമുക്ക് ഏത് ഭാഗം വഴി നടന്നിട്ട് പോവാം. നമുക്കിനി 1 മണിക്കൂറും കൂടെ 1 മണിക്കൂറില്ല ഇനി. അതിനു മുന്നേ നമുക്ക് നടന്നു വരണം. ആൾക്കാരൊക്കെ കുടയൊന്നും എടുത്തിട്ടില്ല. കൂടുതൽ ആൾക്കാരും ഓരോരോ ഷെഡിൽ കയറി നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു ഗാർഡൻ്റെ ഒക്കെ ഭാഗം കണ്ട അടിപൊളിയാണ്. ലേക്കിലേക്കൂടെ അങ്ങ് അവിടെയൊക്കെ കയാക്കിങ്ങും ബോട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു ബോട്ട് ഹൗസ് അവിടെയാണ്. ഇതിലൂടെ ഇനിയിപ്പം ഇങ്ങനെ നടന്ന് മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് വരാം. അതാകുമ്പോൾ എല്ലാം കാണാൻ പറ്റുമല്ലോ. വാട്സ് ലേക്ക് അത്യാവശ്യം വലിയൊരു ലേക്ക് തന്നെയാണ്. കാരണം ഇതിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി അങ്ങനെ അതുവഴി പോയി ആ ഭാഗത്തേക്കും വരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കയാക്കിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും നമുക്ക് എടുത്തിട്ട് വരാം. ആ ബോട്ട് സർവീസ് ഒന്നും ആരും ഈ മഴ സമയത്തൊന്നും എടുക്കില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഈ നടുഭാഗത്തൊക്കെ അതാ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പോയ ടൂറിസത്തിൻ്റെ ഓഫീസില്ലേ, അതൊക്കെ ആ മുകൾ ഭാഗത്താണ്. അതിതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ലേക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ചെറിയൊരു കുളം. അതിലിതാ താറാവ്, അവറ്റകൾ അങ്ങനെ നീന്തി പോവുകയാണ്. അതവിടെ തന്നെ നിൽക്കട്ടെ. ലേക്ക് ഇതാ ഈ ഭാഗത്താണ് അവസാനിക്കുന്നത്. അതിലും താറാവൊക്കെ ഉണ്ട്. ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ മഴയില്ലെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. എത്ര സ്ഥലമാണെന്ന് നോക്കിയേ. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഓൾറെഡി. എല്ലാവരും മഴ കാരണം ഇങ്ങനെ കയറി നിൽക്കുക. റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ടൂറിസത്തിൻ്റെ അവിടെ പോയി തിരിച്ചിറങ്ങുമ്പോഴാണ് മഴ കൂടിയത്. ഇത് ഞങ്ങളിപ്പം അങ്ങ് അവിടെ നിന്നാണ്
യാത്ര തുടർന്നത് ഇവിടം വരെ എത്തി. ഇവിടെ വന്നിട്ട് ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ശക്തമായ മഴയാണല്ലോ വീണ്ടും വന്നത്. എന്തായാലും അതിനെ ഉപേക്ഷിക്കും, കാരണം മഴയത്തൊന്നും ബോട്ടിംഗ് ഒന്നും ഒരിക്കലും പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ മഴ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്ത് കഴിയേണ്ട സമയമായി. കാരണം നഗരത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു. ഒരു മാർക്കറ്റിലേക്ക് പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മഴ എപ്പോ ഇനി ഇത് കുറയുന്നില്ല, കാരണം രാത്രിയോളം മിക്കവാറും ഉണ്ടാവും. ഇവിടെ ഒരു മോഡിഫൈ ചെയ്ത ബെല്ലോറോ വന്നത് കണ്ട, അതിന്റെ ടയർ സൈസ് തന്നെ എത്രയുണ്ടെന്ന് നോക്കിയേ. ഇവിടെ എങ്ങനെ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തിട്ട് വരുന്നത്. ഞങ്ങളിനിയിപ്പം പോലീസ് ബസാറിന്റെ ഭാഗത്തേക്ക് തന്നെ നടന്നിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ആ ഒരു റൂമൊക്കെ ഉള്ള ഭാഗമില്ലേ, ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ തന്നെ ചെറിയ ചെറിയ വണ്ടികളില്ലേ, അതിൽ ചെറുതായിട്ട് തട്ടുകട, അതായത് ഫുഡ് ട്രക്ക്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ചു കഴിക്കാം. മഴ ആയതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തത് ഈ സമയത്ത്. ഈ ഒരു ഷില്ലോങ് ഭാഗത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഗാസിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇംഗ്ലീഷ് കൂടി അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇവിടുന്ന് അനുഭവപ്പെടുന്നില്ല. വെൽക്കം ടു ഓക്ലൻഡ്. നേരെയാണ് നമ്മൾ പോയ ലേക്ക് ടു പോളോ എന്ന ഒരു ഭാഗം. നേരെ ഇറക്കം ഇറങ്ങിപ്പോണം. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. ആ കെട്ടിടങ്ങളുടെ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടും. കുറച്ചുകൂടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ വണ്ടികളൊക്കെ നിരനിരയായിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് പാർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പോയ ആ ലേക്കില്ലേ, അതങ്ങ് ആ ഭാഗത്താണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന ഈ ഇതൊക്കെ. 4:30 ഇപ്പോൾ പോലീസ് ബസാറിലേക്ക് ഇതാ ഞങ്ങൾ തിരിച്ചെത്തി. ആ നേരത്തെ ഓൾട്ടോ ഒക്കെ നിർത്തിയൊരു ഭാഗം കാണിച്ചില്ലേ, അത് തന്നെയാണിത്. നേരെ ഇതുവഴി തന്നെ ലേക്കിലേക്ക് വരാം. ഞങ്ങളിപ്പോൾ തിരിച്ചു വന്ന വഴിയില്ല, അതാണ് എളുപ്പം. ഈ ഷില്ലോങ്ങിൻ്റെ ഏറ്റവും ഒരു തിരക്കേറിയ ഭാഗം ഇതാണെന്നൊക്കെ നമുക്ക് പറയാം. ഗുവാഹട്ടിയിലേക്ക് ഇവിടുന്നും വണ്ടികളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ പോയല്ലോ, ഇനി നേരെ പോവാം, ആ മുൻഭാഗത്തേക്ക് പോവാം. ഇവിടെയൊക്കെ കണ്ട നല്ല കെട്ടിടങ്ങളാണ് ഉള്ളത്. ഷില്ലോങ്. ഷില്ലോങ് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഭാഗമാണ് പോലീസ് ബസാർ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇരുഭാഗം ഇവിടെ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഗുവാഹട്ടിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കാറും ടാക്സിയൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഇതിന് പോലീസ് ബസാർ എന്ന് പറഞ്ഞൊരു പേര് വരാൻ കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര് ഇതിന് കിട്ടിയത്. അതുപോലെ തന്നെ തൊട്ട് മുന്നിൽ തന്നെ ഷില്ലോങ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു പോയിന്റൊക്കെ കാണാം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആ ഒരു ഭാഗത്തേക്ക് പോവാം. പിന്നെ നമ്മുടെ ഫ്ലാഗ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് വലിയൊരു സ്ക്രീനൊക്കെ ഉള്ളത്. ഈ താഴെ ഭാഗത്തേക്കാണ് ഞങ്ങളെടുത്ത റൂം വരുന്നത്. ഇനിയിപ്പോൾ നേരെ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ രണ്ട് ഭാഗത്തും ചെറിയ തോതിലുള്ള കടകളൊക്കെ കാണാം. നല്ലൊരു സ്ട്രീറ്റ്, നല്ലൊരു വൃത്തിയുള്ള സ്ട്രീറ്റ് നമുക്ക് പറയാം. കാരണം ഒരു വേസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇപ്പം പറയാനുള്ളത് മഴ പെയ്തു പോയതിൻ്റെ ആ ഒരു വെള്ളം മാത്രം. ഏതെങ്കിലും ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് നമുക്ക് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഇനിയിപ്പോൾ നോക്കുന്നത്. ഈ ഇരുട്ട് കണ്ടിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എത്ര സമയമായിന്ന്. കാരണം 7 മണി പോലും ആയിട്ടില്ല, 4:30 ആയതേ ഉള്ളൂ. 4:30 സമയത്തെ ഒരു കാഴ്ചയാണിത്. എല്ലായിടത്തും നല്ല നല്ല കടകളാണുള്ളത്. കുറച്ചും കൂടെ വൈകുന്നേരം ആയാലാണ് ആൾക്കാർ കൂടുതലായിട്ടുണ്ടാവുക. പുറത്ത് നല്ല മഴയല്ലേ, എന്നാൽ പിന്നെ ചൂടോടെ കൂടി ഒരു ചായയും ബ്രെഡ് പക്കോടയും കഴിക്കാൻ കരുതി ഞങ്ങളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചില്ലി പക്കോട, ബ്രെഡ് പക്കോട, സമൂസ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഈ പക്കോട പറഞ്ഞ സാധനം ഞങ്ങൾ അധികം ട്രൈ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചായയും ഒരു ബ്രെഡ് പക്കോടയും. അതായത് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങും അങ്ങനെ ചെറിയൊരു മസാല ടൈപ്പിൽ. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. നേരത്തെ കണ്ടതിനെക്കാട്ടിയും തിരക്കിപ്പോൾ വന്നു.
അതായത് വൈകുന്നേരമാണ് ഇവിടെ നല്ല റഷാവുന്നത്. മഴ ഇപ്പോൾ പൂർണ്ണമായിട്ടും പോയി, അതുകൊണ്ട് ഇനി സുഖമായിട്ട് നടക്കാം. ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്, ബിജോ സിനിമ. അപ്പോൾ ഇവിടെ ഇപ്പം പ്ലേ ചെയ്യുന്ന സിനിമകളൊക്കെ ഇതൊക്കെയാണ്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ട്രീറ്റിൽ തന്നെ. രാത്രിക്കൊക്കെ ചുമ്മാ നടക്കാനും നല്ല രസമാണ്. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാം. ഷില്ലോങ്ങിൽ വന്ന് തിരിച്ചിനി ഗുവാഹട്ടിയിലേക്ക് പോകാൻ നോക്കുന്നവരാണെങ്കിൽ, അതായത് ഒരു 5 മണിക്ക് ശേഷം 5 മണി 6 മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ടാക്സി കിട്ടുമെന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇവിടുന്ന് എല്ലാ സമയത്തും ടാക്സി കിട്ടും. ഗുവാഹട്ടി എന്ന് വിളിക്കുന്ന കാണുന്നില്ലേ, അതൊരു മാക്സിമം ഒരു ടാക്സി, അതായത് ഒരു ഡിസയർ പോലത്തെ വണ്ടിയാണെങ്കിൽ ഒരു 4 ആൾക്കാർ. അത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും അവർ അവിടുന്ന് എടുത്തിട്ട് പോകും. പിന്നെ 500, 400, 350 ആ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ചാർജ് വരും. അത് നിങ്ങൾ ബാർഗൈൻ ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും അല്ലേ? ബാർഗൈൻ ചെയ്ത് എടുക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 500 രൂപ പറഞ്ഞു, അത് ഞങ്ങൾ 400 എത്തിച്ചു. 400 താഴേക്ക് വരുന്നില്ല. പിന്നെ ആ ഒരു കാർ, അതായത് ടോട്ടൽ 4 ആൾക്കാരല്ലേ ഉള്ളൂ. ഇവിടെ ഭാഗത്ത് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം, അതായത് ഫ്രൂട്ട്സും പച്ചക്കറിയും അങ്ങനെയൊക്കെയാണ്. ഡ്രസ്സും ഉണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ കടകളാണ്. നേരത്തെ പോയ ഒരു സ്ട്രീറ്റ് ഇല്ലേ, അവിടുന്ന് കുറച്ച് മാറിയിട്ടാണിത്. ഈ ഭാഗത്തുണ്ട്. ഇവിടെ ഡ്രസ്സാണ്. മേഘാലയ സ്വീറ്റ് കോൺ. ഇതൊരെണ്ണം വാങ്ങി നോക്കിയാലോ? ഒരെണ്ണം വാങ്ങിച്ചോ? നല്ല ചൂട് സാധനം ഒരെണ്ണം വാങ്ങിച്ചു കഴിക്കാം ഈ തണുപ്പത്ത്. സാൾട്ട് ഓൺലി സാൾട്ട് എന്ന് പറഞ്ഞോ? ഉപ്പ് മാത്രം മതി. ഞങ്ങളിത് കഴിച്ചിട്ടുള്ളത് ഡൽഹിയിൽ നിന്നല്ലേ? ഡൽഹി ഏതോ ഒരു മാർക്കറ്റ്. അത് ഏത് മാർക്കറ്റ്? അത് ഡൽഹി, ഇത് നമ്മുടെ കരോൾ ബാഗ് തന്നെ. അതന്നെ, കരോൾ ബാഗ് എന്നാണ് ഇത് കഴിച്ചിട്ടുള്ളത്. സാൾട്ടൊക്കെ ഇട്ട് ഒരു ചെറിയൊരു കപ്പില്. ഇത് കഴിക്കാനുള്ള മെയിൻ റീസൺ എന്താ പറയുക, നല്ല തണുപ്പാണ് ഇവിടെ. തണുപ്പത്ത് ഇതുപോലുള്ള ചൂട് ഇതും മെയിൻ ചായയൊക്കെയാണ് കുടിക്കാൻ പറ്റുക. ചായ ഓൾറെഡി കുടിച്ചല്ലോ. ഒരു സ്പൂണും കിട്ടും. ശരിക്കും ഇതുപോലുള്ള കോണൊക്കെ വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. നല്ല തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. പക്ഷെ ഇത് കാര്യമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും വരുത്തൂല, കാരണം അധികം മസാല മറ്റു ടൈപ്പുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഉപ്പ് മാത്രം മതി എന്ന്. അതുപോലെ തന്നെ 40 രൂപയാണ് വന്നത്. പിന്നെ ഉണ്ടല്ലോ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, അതായത് വേറൊന്നല്ല, ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഇതുവഴി സ്ട്രീറ്റ് വഴിക്ക് നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം പബ്ലിക്കായിട്ട് തന്നെ എന്താ പറയുക പുക വലിക്കുന്നത്. സിഗരറ്റ് ആ വീഡിയോ ഒന്നും ആയിക്കോട്ടെ, നമ്മുടെ മുന്നിലേക്ക് കൂടെ തന്നെ പുക വലിച്ചിങ്ങനെ വിടുന്നു. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ തണുപ്പല്ലേ. അല്ല, തണുപ്പാ. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. ഒരുപാട് പേര് അങ്ങനെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കടകളില് വെറൈറ്റി ഇലകളുണ്ട്. ഇത് ഓരോരോ ഇലകളാണേ. കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തെത്തുമ്പം ഫ്രൂട്ട്സുകളായി. അതായത് ഇത് പോലീസ് ബസാറിന്റെ മറ്റൊരു ഭാഗത്തെ സ്ട്രീറ്റ് ആണ്. നേരത്തെ പോയത് ഇതിന്റെ മറ്റൊരു ഭാഗം. ഈ സ്ട്രീറ്റിൽ ഇപ്പോഴത്തെ തിരക്ക് ഇങ്ങനെയാണ്. ഇവിടെ തന്നെ മദ്രാസ് കഫേ ഉണ്ട്. അതായത് ഈ ഭാഗത്താണ് കഫേയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആ ഒരു നേരത്തെ നടന്നു പോയ ഭാഗം ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് മസാല ദോശ കിട്ടുമോ നോക്കാം. ഇവിടുത്തെ മെനു കാർഡ് ഇങ്ങനെയാണ്. ഫുഡിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് പൊതുവേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പോയാൽ കുറച്ച് പൈസ കൂടുമല്ലോ. പൊതുവെ സ്വാഭാവികമാണത്. എല്ലാം ഉണ്ട്. ഞങ്ങൾ 2 മസാല ദോശ അങ്ങ് ഓർഡർ ചെയ്തു. നമുക്ക് കഴിക്കാനുള്ള മസാല ദോശ വന്നു. 3 ടൈപ്പിൽ തന്നെ ചട്നി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാ സാമ്പാർ. മസാല ദോശയൊക്കെ അത്യാവശ്യം വലിയ തന്നെയാണ് കേട്ടോ. മസാല ദോശേൻ്റെ മസാല ഇതാ ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദോശ മാത്രമാണ് വലുത്, മസാല കുറവാണ്. ചിറാപൂഞ്ചി ഭാഗത്തേക്കുള്ള ടാക്സിൻ്റെ ചാർജാണ് നബി പറഞ്ഞത്, 3000 രൂപ. ചിറാപൂഞ്ചി 3000.
ഇവിടെ ഈ സർക്കിളിൽ ഒരു ബോർഡ് ഉണ്ട്. അതായത് ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ വലിച്ചെറിയരുത്, അതിൻ്റെ ഒരു നിർദ്ദേശമാണ്. ഇടത് ഭാഗത്തുള്ളത് ഇംഗ്ലീഷും വലത് ഭാഗത്തുള്ളത് ഗാസി ഭാഷയാണ്. ഈ രണ്ട് ഭാഷയും തമ്മിലുള്ള ആ ഒരു മെയിൻ വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. താങ്ക് യു എന്ന് എഴുതിയത് ഗാസി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുബ്ലി ഷിബുൻ അങ്ങനെയാണ്. അതായത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാണേ. നിങ്ങൾ തന്നെ ജസ്റ്റ് ഇതൊന്ന് നോക്കിയേ. നേരത്തെ ആ പോലീസ് ബസാറിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ടാക്സിക്കാർ നമ്മുടെ അടുത്തേക്ക് വരും, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് ചിറാപുഞ്ചിയിലേക്ക് എത്ര പൈസ ആവുന്നു. അപ്പം പറഞ്ഞത് 3000 രൂപയാവും. അതുപോലെ തന്നെ വേറെ എവിടേക്കോ പറഞ്ഞു. ഈ 3000 രൂപ എന്ന് പറയുന്നത് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസ എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്പെഷ്യലാക്കി പോകുമ്പോൾ എന്തായാലും ഒരു പൈസ വരും. പക്ഷേ ഞങ്ങൾ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞ ഒരു 3000 രൂപ നല്ല പൈസയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ വേണ്ടി പറ്റിയത്. മറ്റ് പാക്കേജുകളും കൂടെ അവൈലബിൾ ആണെങ്കിൽ, ഉദ്ദേശിച്ച ദൗത്യം കൂടെ ആണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെട്ടേനെ. അതുപോലെ തന്നെ ഷില്ലോങ്ങിന്റെ നല്ലൊരു രീതിയിലുള്ള ഒരു മാപ്പ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഷില്ലോങ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് മലകളൊക്കെ ഉള്ളത് അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് റോക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ ഷില്ലോങ്ങിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡിൽ തന്നെ ഉണ്ടല്ലോ, ഇവിടുത്തെ എന്താ പറയുക ലാംഗ്വേജ് ഗാസി ഉണ്ട്, ഗാരോ ഉണ്ട്, അതുപോലെ തന്നെ ജൈനിഡ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്, പിന്നെ ഇംഗ്ലീഷ്. ഈ ഒരു 4 ഭാഷയുണ്ട്. ഗാസിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട്, കൾച്ചറായിട്ടുള്ള ഡാൻസ്, അതായത് ബംഗാല ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫെസ്റ്റിവലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ വേറൊരു ബാറാ ബസാർ ഉണ്ട്, അതായത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ നമ്മുടെ ഇപ്പം പോലീസ് ബസാറിലെ. അതുപോലെ തന്നെ മറ്റൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എലിഫന്റ് ഫാൾസ്, ഇതൊക്കെയാണ് ഈ ഷില്ലോങ് എന്ന് പറയുന്നത്. ഈ ഷില്ലോങ്ങിന് നമുക്ക് വേണമെങ്കിൽ പാക്കേജ് ഉണ്ട് കേട്ടോ. 500 രൂപയാണ് ഗവൺമെന്റിന്റെ ആ ഒരു ഇതിൽ വഴി നമുക്ക് കിട്ടുന്നത്. പിന്നെ മേഘാലയന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു മേഘാലയയിൽ എവിടെയൊക്കെ പോവാം. ഇത് ഓൾ മേഘാലയാണ് കേട്ടോ. അതായത് മേഘാലയയുടെ ഒരു മാപ്പൊക്കെ ഉണ്ട് ഇവിടെ നല്ല രീതിയിൽ ജില്ലാ അടിസ്ഥാനത്തിന്. പിന്നെ ഇവരുടെ രീതിയിൽ തന്നെ ഒരുപാട് അക്കോമഡേഷൻ മറ്റെല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ മേഘാലയയുടെ ഉൾഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള വീഡിയോകളാണ്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റേ ബൈ.